തിരുവനന്തപുരത്ത് നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ ബാബു. ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള GM ന്യൂസ് ദിവസവും കേൾക്കുവാൻ GM ചാനലിൽ അംഗമാകൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വാർത്തകൾ കേൾക്കാം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കും. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. IPC വർക്കല ഏരിയ കൺവെൻഷൻ ഫെബ്രുവരി 8 മുതൽ 10 വരെ. സുവിശേഷകരായ KR ഉണ്ണികൃഷ്ണൻ, TM പീറ്റർ എന്നിവർക്ക് ഓർഡിനേഷൻ ലഭിച്ചു. IPC കുമളി സെൻറ്റർ കൺവെൻഷൻ ഫെബ്രുവരി 7 മുതൽ. 2 വയസ്സുകാരി കുഴഞ്ഞു വീണു മരിച്ചു. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് സാഹസിക ജോലിയെന്ന് മന്ത്രി. മാനന്തവാടിയിൽ നിരോധനാജ്ഞ. വാർത്തകൾ വിശദമായി. റായ്പൂർ. ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മറവിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. ഇത് തൻ്റെ സർക്കാർ തടയുമെന്ന് മുന്നറിയിപ്പ് നൽകി. ക്രിസ്ത്യൻ മിഷണറിമാർ ഛത്തീസ്ഗഡിൽ വളരെ സജീവമാണെന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെന്നും ഇത് മതപരമായ പ്രവർത്തനങ്ങൾക്ക് കാരണമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതെല്ലാം ഉടൻ അവസാനിപ്പിക്കുമെന്നും ഹിന്ദുത്വം ശക്തി പ്രാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ച് കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ വിംഗ് ചെയർപേഴ്സൺ സുശീൽ ആനന്ദ് ശുക്ല കോൺഗ്രസ് ഭരണകാലത്തും മുൻ BJP സർക്കാരുകളുടെ കാലത്തും നിർമ്മിച്ച പള്ളികളുടെ എണ്ണത്തെക്കുറിച്ചും ധവളപത്രം പുറത്തിറക്കാൻ BJP സർക്കാരിനെ വെല്ലുവിളിച്ചു. കോൺഗ്രസ് ഭരണത്തിൽ ഒരു പള്ളിയും പണിതിട്ടില്ലെന്ന് വ്യക്തമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP അനാവശ്യമായി മതപരിവർത്തനം വിവാദ വിഷയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വർക്കല. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ വർക്കല മിഷൻ ഏരിയയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏരിയ കൺവെൻഷൻ ഫെബ്രുവരി 8 മുതൽ 10 വരെ വർക്കല ചെറുന്നിയൂർ ബാബാസ് ഹാളിൽ നടക്കും. പാസ്റ്റർ ഡാനിയൽ കൊന്നാനിക്കുന്നത്തിൽ, ഡോക്ടർ സജി കുമാർ, KP, പാസ്റ്റർ KR സ്റ്റീഫൻ എന്നിവർ കൺവെൻഷനിൽ ദൈവവചനം സംസാരിക്കും. IPC വർക്കല മിഷൻ ഏരിയ ക്വയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഫെബ്രുവരി 10 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണിവരെ വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അനന്തൻ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് കൺവെൻഷനോടനുബന്ധിച്ചുള്ള ഫാമിലി കോൺഫറൻസും നടത്തും. IPC ഒലവക്കൂട് സെൻറ്റർ വാർഷിക കൺവെൻഷനോടനുബന്ധിച്ച് 2/2/2024 ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ MK ജോയ് പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. ബ്രോ ജിജോയുടെ നേതൃത്വത്തിൽ സംഗീത ശുശ്രൂഷ നടന്നു. പാസ്റ്റർ KT ജോസഫ് പ്രാർത്ഥിച്ചു. അധ്യക്ഷൻ പാസ്റ്റർ MK ജോയ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. IPC പാലക്കാട് സോണൽ പ്രസിഡന്റും IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗവുമായ പാസ്റ്റർ ജിമ്മി കുര്യാക്കോസ് ദൈവവചനം പ്രസംഗിച്ചു. പ്രധാന ശുശ്രൂഷകരായ IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ദാനിയൽ കൊന്നാനിക്കുന്നത്തിൽ ആവർത്തനം 34:9 അടിസ്ഥാനമാക്കി മോശ യേശുവയെ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ യേശുവ ജ്ഞാനപൂർണനാകുകയും ചെയ്തു എന്ന് പ്രസംഗിച്ചു. ഓർഡിനേഷൻ സ്വീകരിച്ച സുവിശേഷകന്മാരായ KR ഉണ്ണികൃഷ്ണൻ, TM പീറ്റർ എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പാസ്റ്റർ ദാനിയൽ കൊന്നാനിക്കുന്നത്തിൽ, പാസ്റ്റർ ജിമ്മി കുര്യാക്കോസ്, പാസ്റ്റർ MK ജോയ്, പാസ്റ്റർ റെജി ഗോവിന്ദപുരം എന്നിവർ ചേർന്ന് സുവിശേഷകന്മാരായ KR ഉണ്ണികൃഷ്ണനെയും TM പീറ്ററിനെയും പ്രാർത്ഥിച്ചനുഗ്രഹിച്ചു. പാസ്റ്റർ എന്ന പദവിയിലേക്ക് വേർതിരിച്ചു പാസ്റ്റർമാരായ റെജി ജോർജ് കൊട്ടാരക്കര, ബിജു തോമസ്, സേതുമാധവൻ, യേശുദാസൻ, റെജി ഗോവിന്ദപുരം കൗൺസിൽ അംഗം, ബ്രോ എബ്രഹാം വടക്കേടത്ത് കൗൺസിൽ അംഗം എന്നിവർ ആശംസകൾ നേർന്നു. പാസ്റ്റർ PT മാർക്കോസ് പ്രാർത്ഥിച്ച് പാസ്റ്റർ MK ജോയ് ആശീർവാദവും പറഞ്ഞു. വാർത്ത പാസ്റ്റർ KT ജോസഫ്, പാലക്കാട്. കുമളി. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കുമളി സെൻറ്റർ 33ാമത് കൺവെൻഷൻ ഫെബ്രുവരി 7 മുതൽ ബുധൻ മുതൽ 11 ഞായർ വരെ ചക്കുപള്ളം പഞ്ചായത്ത് 6 മൈൽ മൈതാനത്ത് നടക്കും. ബുധൻ വൈകിട്ട് സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ MI കുര്യൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ റെജി ശാസ്താംകോട്ട, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, പാസ്റ്റർ KJ തോമസ് കുമളി, പാസ്റ്റർ വർഗീസ് എബ്രഹാം റാന്നി എന്നിവർ രാത്രി യോഗവും, വെള്ളി പകൽ സോദരി സമാജം മീറ്റിംഗിൽ സിസ്റ്റർ റീജ ബിജു കൊട്ടാരക്കര, ശനി പകൽ സൺഡേ സ്കൂൾ PYPA മീറ്റിംഗിൽ പാസ്റ്റർ തോമസ് മാത്യു ചാരുവേലി, ഞായറാഴ്ച സംയുക്ത സഭായോഗത്തിൽ പാസ്റ്റർ KC തോമസ് എന്നിവരും പ്രസംഗിക്കും. യെരുശലേം വോഴ്സ് എഴംകുളം സംഗീത ശുശ്രൂഷകൾ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾ പാസ്റ്റർ CV എബ്രഹാം, പബ്ലിസിറ്റി കൺവീനർ, 9446861352. കോഴിക്കോട്. വടകരയിൽ 2 വയസ്സുകാരി കുഴഞ്ഞു വീണു മരിച്ചു.
കുറുബയിൽ കുഞ്ഞാങ്കുഴിയിൽ പ്രകാശൻ ലിജി ദമ്പതികളുടെ മകളാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഛർദിയെ തുടർന്ന് കുഞ്ഞു കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. കളിച്ചു ചിരിച്ച് നടന്ന കുട്ടിയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിനുശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തിരിച്ചയക്കുന്നത് സാഹസികമായ ജോലിയെന്ന വനം മന്ത്രി MK ശശീന്ദ്രൻ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വാണിജ്യ വ്യാപാര മേഖലയാണ് ആനയുള്ളത്. മയക്കുവെടി വയ്ക്കുകയാണ് പോംവഴി. എന്നാൽ ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വയ്ക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾ സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ നടപടികൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കർണാടകയിൽ നിന്നുള്ള ആനയായതിനാൽ കർണാടകയുടെ സഹായം കൂടി അഭ്യർത്ഥിക്കും. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് മാനന്തവാടിയിൽ ഇറങ്ങിയത്. വനത്തിലേക്ക് ആനയെ കയറ്റിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുകയെന്ന ദൗത്യത്തിലേക്ക് വനം വകുപ്പിന് നീങ്ങേണ്ടി വരും. നിലവിൽ മാനന്തവാടി ന്യൂമാൻസ് കോളേജ് പരിസരത്താണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. IPC വർക്കല ഏരിയ കൺവെൻഷൻ ഫെബ്രുവരി 8 മുതൽ 10 വരെ. സുവിശേഷകരായ MR ഉണ്ണികൃഷ്ണൻ, TM പീറ്റർ എന്നിവർ ഓർഡിനേഷൻ ലഭിച്ചു. IPC കുമളി സെൻറ്റർ കൺവെൻഷൻ ഫെബ്രുവരി 7 മുതൽ 2 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് സാഹസിക ജോലിയെന്ന് മന്ത്രി. മാനന്തവാടിയിൽ നിരോധനാജ്ഞ. GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി.